ഹലോ ഫ്രണ്ട്സ്, എല്ലാവരുടെ ലൈഫിലുണ്ടാവില്ലേ ഇങ്ങനത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്? കുറേ വർഷങ്ങളായിട്ട് അറിഞ്ഞതല്ലെങ്കിലും കുറച്ച് മാസങ്ങളോ ദിവസങ്ങളോ ആയിട്ടുള്ള ഫ്രണ്ട്, ബട്ട് വെരി സപ്പോർട്ടീവ്, വെരി ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്ലോസ് ഫ്രണ്ട്. അങ്ങനത്തെ ഒരു ഫ്രണ്ടായിരുന്നു ഐഷു എനിക്ക്. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് പരിചയമില്ലെങ്കിലും വി ബോത്ത് വെ വെരി ക്ലോസ് ഫ്രണ്ട്സ്. ടച്ച് വുഡ്, എൻ്റെ എന്താവശ്യത്തിനും ഓടിയെത്തുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ഐഷു. പിന്നെ ഞാൻ എന്തൊക്കെ ബിസി ഷെഡ്യൂൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് ഓഫ് കോഴ്സ് ഞാൻ ഐഷയുടെ കല്യാണം കൂടാം. ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഗേൾസിനൊരു കുട്ടി ഷോ ഓഫ് ഉണ്ടാവില്ലെന്ന്, അത് ഞാൻ ഒട്ടും കുറച്ചില്ല. കല്യാണത്തിന് ഐഷു വെരി ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു റെഡി ആയത്. കോസ്റ്റ്യൂം ആയാലും മേക്കപ്പ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. കല്യാണമൊക്കെ വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് നടന്നു. സദ്യ അതൊരു രക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഫുഡാണല്ലോ, അപ്പോൾ വീഡിയോ എടുക്കണം, അതൊക്കെ ഞാൻ മറന്നു. ബിക്കോസ് ഫുഡാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഞാൻ ആ ഒരു പോർഷൻ ക്യാപ്ചർ ചെയ്യാൻ മറന്നു. പിന്നെ ഈ ഒരു ഫോട്ടോ ഫോൺ ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളിതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ഡു കമൻറ്റ്. പിന്നെ കേരള കൾച്ചർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വിൻറ്റേജ് ലുക്കുള്ള ഒരു മ്യൂസിയം എന്നൊക്കെ പറയാം. ബിക്കോസ് ഓഫ് ദാറ്റ് കഥകളി, പിന്നെ മോഹിനിയാട്ടം, അതിൻ്റെയൊക്കെ ഒരു സ്റ്റാച്ചു, പിന്നെ ഒരു ഫോട്ടോസ്, പിന്നെ ഒരു കുറച്ച് ഓൾഡ് ടൈം യൂസ് ചെയ്ത വെഹിക്കിൾസൊക്കെ ഇങ്ങനെ ഒരു ഷോ പീസായിട്ട് വെക്കുന്ന മൊത്തത്തിലൊരു നല്ലൊരു പിന്നെ ഐഷുക്ക് കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ വേറൊരു സ്പോട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നല്ല നല്ല സ്പോട്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി. പിന്നെ കുട്ടികൾക്കൊരു പ്ലേ ഏരിയ പോലെ ഉണ്ടായിരുന്നു, സ്വിങ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അംബാസിഡർ കാർ, അതൊരു വിൻറ്റേജ് കാറായിട്ടാണല്ലോ ഞങ്ങളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. അതിനൊരു ഷോ പീസായിട്ട് വെക്കുന്നത് അതിൻ്റെതായ ഒരു ഭംഗിയില്ലേ, അതൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. എനിക്ക് കല്യാണം കൂടിയത് മാത്രമല്ല, ഒരു കുട്ടി ട്രിപ്പ് പോയ ഫീലും കൂടി കിട്ടിയെന്ന് പറയാം. പിന്നെ ആ കല്യാണത്തിന് വന്നവർക്ക് എന്തായാലും ഒരു റിലാക്സിങ് ഫീൽ എന്തായാലും കിട്ടിയിരിക്കും ബിക്കോസ് ഓഫ് ദിസ് ആംബിയൻസ് തന്നെ. ബിക്കോസ് എത്ര ഡെക്കോറേറ്റ് ചെയ്താലും എത്ര ബ്യൂട്ടിഫുൾ ആക്കിയാലും ആ ഒരു നാച്ചുറൽ ബ്യൂട്ടിനും ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാതെ ചെയ്യുന്ന ഒരു ഡെക്കോസ് കാണാൻ അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടാവില്ലേ, ആ ഒരു ഭംഗി ഈ ഒരു പ്ലേസിൽ ഞാൻ നല്ലോണം കണ്ടു, ആസ്വദിച്ചു എന്നൊക്കെ പറയാം. എവിടെ നോക്കിയാലും ട്രീസ്, പ്ലാന്റ്സ്, പിന്നെ ബുദ്ധയുടെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു കുറേ അടുത്ത്. ബുദ്ധയുടെ സ്റ്റാച്ചു എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ഓഫ് പീസ് എന്ന് പറയാമല്ലോ, അപ്പോൾ അതിനെ ഉദ്ദേശിച്ചായിരിക്കാം, പക്ഷേ എന്താണെന്നറിയില്ല. പക്ഷേ കുറേ അടുത്ത് ഞാൻ കണ്ടു, അതും നല്ലൊരു വൈബായിരുന്നു. പിന്നെ എന്തായാലും ഐഷു പിന്നെ വിഷ്ണുക്ക് വിഷിങ് യു എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്. ഞാൻ ഈ കല്യാണം അടിച്ച് പൊളിച്ചു, വെരി മച്ച് എൻജോയ്ഡ്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അടുത്ത വീഡിയോ കിട്ടുന്നവരെ ടാറ്റാ, ബൈ ബൈ.